into the sea. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നോ? നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ നടത്തിയ കുഞ്ഞു കുഞ്ഞു യാത്രകളുടെ വെക്കേഷൻ്റെ സമയത്ത് നമ്മൾ നടത്തിയ കുറച്ച് യാത്രകളുടെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ നമ്മളിനി വീഡിയോയിൽ പറയാൻ പോകുന്നത്. എൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ പണ്ടേ ദുർബല പിന്നെ ഗർഭിണി എന്ന് പറഞ്ഞ പോലെയാണ്. വീഡിയോ ഇടാൻ നല്ലൊരു മൂഡ് വന്നു കഴിയുമ്പോഴത്തേക്ക് അങ്ങ് മഴ വന്നിട്ട് ഒച്ചപ്പാടും ബഹളവും ഒക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് വോയിസ് ഓവർ കൊടുക്കാൻ പറ്റത്തില്ല. എന്നാൽ ഈ മഴയെല്ലാം മാറി കഴിയുമ്പോഴോ എൻ്റെ ആ മൂഡ് അങ്ങ് പോവും. നല്ല മടിയാണ് കേട്ടോ വീഡിയോ ഒക്കെ ഇടാനായിട്ട്. പക്ഷേ എപ്പോഴെങ്കിലും ഓർക്കും, നമ്മളിപ്പോഴും 4 വർഷമായിട്ട് വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ. ഏകദേശം കുറേ വീഡിയോസ് ആകുകയും ചെയ്തു. പ്രതീക്ഷിക്കുന്നത്ര ഗ്രോത്ത് ഒന്നും ഈ ചാനലിൽ ഇല്ലാത്തതിൻ്റെ മെയിൻ കാരണം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാത്തത് കൊണ്ട് തന്നെയാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. പിന്നെ കണ്ടൻറ്റും ഇങ്ങനെയല്ലേ, എൻ്റെ ലൈഫല്ലേ ഞാൻ കാണിക്കുന്നത്. അത്രയ്ക്കൊരു എക്സൈറ്റ്മെൻ്റ് ഒന്നും കാണില്ല ബാക്കിയുള്ളവർക്ക് കാണാനായിട്ട്. പക്ഷേ എൻ്റെ ലൈഫ് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പോൾ എൻ്റെ കുഞ്ഞുണ്ടായത് മുതലുള്ള കാര്യങ്ങൾ എനിക്കിങ്ങനെ ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് വീഡിയോസ് കണ്ടാൽ മതി. ഭയങ്കര സന്തോഷമാണ്. യൂട്യൂബ് ബാൻ ചെയ്യുന്നിടം വരെ ഞാൻ എന്തായാലും ഈ വീഡിയോ ഇടുന്നത് കണ്ടിന്യൂ ചെയ്യും. താല്പര്യമുള്ളവർ എന്തായാലും കാണണം കേട്ടോ. പക്ഷേ ഇപ്പം ചെറിയ മൂടൊക്കെ വരുന്നുണ്ട്. എന്തിനാണെന്നല്ലേ, ഈ പരിപാടി അങ്ങ് കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് സീരിയസ് ആയിട്ട് എടുത്താലോ എന്ന് തോന്നിയിട്ട്. ഇത്രയും നല്ല സീരിയസ് അല്ലേന്ന് ചോദിച്ചാൽ കംപ്ലീറ്റ് അല്ലായിരുന്നു എന്ന് തന്നെ വേണം പറയാനായിട്ട്. എന്തായാലും ഇരിക്കട്ടെ അല്ലേ, നോക്കാം എത്ര ദിവസം കാണും ഇത്ര ഒരു ഉഷാറെന്ന്. അപ്പോൾ നമ്മുടെ യാത്ര എങ്ങോട്ടാണെന്നറിയാമോ? നമ്മളിപ്പോൾ ആൻഡമാനിലാണെന്നറിയാമല്ലോ. അവിടുന്ന് നമ്മളൊരു ട്രിപ്പ് പോവാണ് വേറൊരു ഐലൻഡിലേക്ക്. നമ്മൾ ഡിഗ്ലിപ്പൂരൊക്കെ പോയിരുന്നു. ആ സമയത്ത് പറഞ്ഞിരുന്നു അല്ലേ, അടുത്ത ദിവസം തന്നെ വേറൊരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട് എന്ന്. അപ്പോൾ നമ്മൾ പോകുന്നത് ഹാവ്ലോക്കിലേക്കാണേ. ഇവിടുത്തെ ആൻഡമാൻ കാണാൻ വരുന്ന ഒരു 100% ആൾക്കാരും അല്ലെങ്കിൽ ഒരു 99% ആൾക്കാരും വിസിറ്റിന് വേണ്ടി വരുന്നവരെന്തായാലും പോയിരിക്കുന്ന സ്ഥലമാണ് കേട്ടോ ഹാവ്ലോക്ക്. കാരണം അവിടെയാണ് ഏറ്റവും കൂടുതൽ വാട്ടർ ആക്ടിവിറ്റീസും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത്. ഹാവ്ലോക്ക് വരെ പോയാൽ ആ വഴി നീലിലും കൂടെ പോയിട്ടേ വരൂ. നീൽ എന്ന് പറയുന്നത് വേറൊരു ഐലൻഡാണ്. ഇപ്പോൾ നമ്മുടെ ഹാവ്ലോക്കിൻ്റെയും നീലിൻ്റെയും ഒക്കെ പേരുകൾക്ക് കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്. നമ്മുടെ എയർപോർട്ടിൻ്റെ പേര് മാറിയതും പോർട്ട് ബ്ലെയറിൻ്റെ പേര് മാറിയതും ഒക്കെ പോലെ അറിയാമല്ലോ അല്ലേ. പോർട്ട് ബ്ലെയറിൻ്റെ പേര് ഇപ്പം ശ്രീ വിജയപുരം എന്നാണ്, ഞാൻ ഇടയ്ക്ക് വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ ഷിപ്പ് യാത്ര ഒരു പട്ടാളക്കാരൻ്റെ നേവിക്കാരൻ്റെ കൂടെ കൂടിയതിന് ശേഷം നടന്നൊരു സംഭവമാണ്. ഷിപ്പിൽ ആദ്യമായിട്ട് കയറുന്നത് തന്നെ ഞാൻ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഷിപ്പിലാണ്. പക്ഷേ വലിയ രസമൊന്നും തോന്നിയില്ല കേട്ടോ. എനിക്ക് ഭയങ്കര സഫോക്കേഷനാണ് തോന്നിയത്. അതേപോലെ ഷിപ്പ് യാത്ര ഭയങ്കര ഡിഫിക്കൽറ്റി ആയിരിക്കുമെന്ന് തോന്നിയിട്ടാണ് ഞാൻ ഇതിലും കയറുന്നത്. പക്ഷേ അല്ല കേട്ടോ, നമ്മൾ ഫ്ലൈറ്റിൽ പോകുന്ന പോലെ തന്നെയാണ്. വലിയ ആട്ടവും ബഹളവും കുലുക്കവും ഒന്നും ഇല്ലാതെ നമ്മളൊരു ഐലൻഡിൽ നിന്ന് അടുത്ത ഐലൻഡിലേക്ക് എത്തി. പിന്നെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ഷിപ്പിൽ കയറാൻ വേണ്ടി വെളുപ്പിന് 4 മണിക്ക് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അവിടെ വന്നതാണ്. ടിക്കറ്റൊക്കെ എടുത്തിട്ട് ടിക്കറ്റൊക്കെ പ്രീ ബുക്ക്ഡ് ആയിരുന്നേ. പക്ഷേ ഏകദേശം ഒരു 4:30 ആയപ്പോഴത്തേനും ഞാൻ കിടക്കുന്നത് താഴെ ബോധം കെട്ടിട്ട് തലകറങ്ങി വീണതാണ് കേട്ടോ. കല്യാണം കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ തലകറങ്ങി വീഴുന്നത്. പ്രജി കാണുന്നത്, വീണിട്ടില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. പക്ഷേ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ പോലും ഞാൻ ഇങ്ങനെ തലകറങ്ങി വീണ് പ്രജി കണ്ടിട്ടില്ല. ആകെ പേടിച്ചു പോയി കേട്ടോ. കൂടിയിരുന്ന ശംഭുവാണെങ്കിൽ കരച്ചിലും തുടങ്ങി. എനിക്കൊരു ചെറിയ തലകറക്കം ഫീൽ ചെയ്തപ്പോഴേ ഞാൻ മോനോട് പറഞ്ഞു, മോനെ വേഗം അച്ഛനെ വിളിക്കുന്നത്. ശംഭുട്ടൻ ഓടിപ്പോയി അച്ഛനോട് കാര്യം പറഞ്ഞെങ്കിലും ടിക്കറ്റ് എടുക്കുന്ന തിരക്കിൽ എന്താ കാര്യം എന്നറിയാൻ വേണ്ടിയിട്ട് എന്നെ അവിടെ നിന്ന് തന്നെ തിരിഞ്ഞു നോക്കിയപ്പോൾ ഞാൻ എൻ്റെ കൈ ഇങ്ങനെ നീട്ടിയിട്ട് കൈ പ്രജിനെ വിളിക്കുന്നത് മാത്രമേ പ്രജി കണ്ടിട്ടുള്ളൂ. അപ്പം തന്നെ ബോധം കെട്ട് ഞാൻ താഴെ. പിന്നെ ഞാൻ കണ്ണു തുറക്കുമ്പോഴത്തേന് എൻ്റെ ചുറ്റിനും കുറേ ആൾക്കാർ വെള്ളവും ഭക്ഷണമൊക്കെ ആയിട്ട് നിൽക്കുന്നു. എന്തായാലും അവർ പറഞ്ഞു ട്രിപ്പ് ക്യാൻസൽ ചെയ്തോ, നമുക്കിന്ന് പോകണ്ടാന്ന്. പക്ഷേ ഈ ഒരു ട്രിപ്പ് പ്രതീക്ഷിച്ചാണ് പ്രജി ജോലി സ്ഥലത്തുനിന്ന് ജോലി കഴിഞ്ഞ് വന്നിരിക്കുന്നതെന്ന് എനിക്ക് നല്ല ബോധമുണ്ട്. പിന്നെ എന്തായാലും ഇറങ്ങാൻ വേണ്ടി എല്ലാം തീരുമാനിച്ച് നമ്മളൊരു 4-5 ദിവസത്തേക്ക് ഈ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുകയാണല്ലോ. അപ്പം ഞാനായിട്ട് മുടക്കണ്ട. എന്തായാലും ഞാൻ ഓക്കെ ആയി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന്. കാരണം രാത്രി മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാത്തതോ അല്ലെങ്കിൽ എന്തൊക്കെയോ ഭയങ്കര ക്ഷീണം, ഒരു പനി വരുന്ന ഫീലൊക്കെ ഉണ്ടായിരുന്നു. എന്നിരുന്നാലും പെട്ടെന്നൊരു സാൻഡ്വിച്ചും ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ നേരെ ഷിപ്പിൽ കയറി ഇവിടെ ഇറങ്ങി. ഷിപ്പ് അങ്ങ് വിട്ടുപോയല്ലോ, കണ്ടല്ലോ മാക്രൂസ് ആയിരുന്നേ. അതിനുശേഷം അവിടെ ഹാവ്ലോക്കിൽ ഇറങ്ങിയപ്പോൾ തന്നെ പ്രജി എനിക്ക് ഒരു വെട്ടേക്കും ശംഭുവിന് ഐസ്ക്രീമും ചായ എല്ലാം മേടിച്ച് തന്നു കേട്ടോ. അതിനുശേഷം നമ്മൾ ബുക്ക് ചെയ്തിരുന്ന റിസോർട്ടിൻ്റെ വകയായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു കോംപ്ലിമെൻ്ററി ആയിട്ട്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ തന്നെ അവർ ആലു പൊറോട്ടയും തൈരും അച്ചാറും ഒക്കെ തന്നു. പിന്നെ എല്ലാവർക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള നമുക്ക് വേണ്ടിയതെല്ലാം തന്നു കേട്ടോ. പക്ഷേ നമ്മൾ 8 മണിക്ക് എത്താൻ പാടില്ലായിരുന്നു. രാവിലെ 8 മണിക്കാണ് എത്തേണ്ടത് ചെക്ക് ഇൻ ടൈം. പക്ഷേ നമ്മളൊരു 6-7 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഇങ്ങനെ എത്തിയല്ലോ. കാരണം വെളുപ്പിന് നമ്മൾ ആ ഒരു ഷിപ്പിന് വന്നതല്ലേ.
അപ്പോൾ ഇനി അധികം അവിടെ കറങ്ങിത്തിരിഞ്ഞ് നിൽക്കണ്ട, നേരെ അവിടെ വിളിച്ച് ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് കയറാൻ പറ്റുമെന്ന് കരുതിയിട്ട് നമ്മൾ വിളിച്ച് ചോദിച്ചു. ആരും ഇവിടെ എത്തിയിട്ടൊന്നുമില്ല. നമ്മൾ വന്നപ്പോൾ തന്നെ നമ്മുടെ ക്ഷീണം കണ്ടപ്പോഴത്തേന് പുള്ളിക്കാരൻ കുറച്ച് ടൈം എടുത്തിട്ടാണെങ്കിലും വേഗം നമുക്ക് ആലു പൊറോട്ടയും പൂരിയും ചനയും ഒക്കെ ഉണ്ടാക്കി തന്നു കേട്ടോ. നമ്മൾ പറഞ്ഞ ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെയാണോ അതൊക്കെ നമ്മൾ നേരത്തെ പ്രീ ബുക്കൊന്നും ചെയ്യുന്നതല്ലല്ലോ, കോംപ്ലിമെൻ്ററി ആയിട്ട് കിട്ടുന്നതാണ്. പക്ഷെ നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ ഉണ്ടാക്കുക. അപ്പോൾ അതെല്ലാം ഉണ്ടാക്കി തന്നു. സത്യം പറഞ്ഞാൽ അന്ന് ഭയങ്കര മൂഡ് ഓഫ് ആയിരുന്നു. പ്രജി ആണെങ്കിലും ഞാനാണെങ്കിലും ശംഭു ആണെങ്കിലും അവനും വല്ലാണ്ട് കരഞ്ഞു കേട്ടോ ഞാൻ വീഴുന്നത് കണ്ടിട്ട്. എന്നിരുന്നാലും ഞങ്ങൾ തീരുമാനിച്ചു ഇന്ന് നമുക്ക് എവിടെയും കാണാൻ പോകണ്ട, ഇന്ന് നമുക്ക് ഫുൾ റെസ്റ്റ് എടുക്കാം. സത്യത്തിൽ ഹാവ്ലോക്ക് കാണാൻ വരുന്നവർ 2 ദിവസത്തേക്കാണ് വരുന്നത്. ഒരു ദിവസത്തെ പകലെ യാത്ര, ഒരു ദിവസം അവിടെ രാത്രി അവിടെ നിന്ന്, അതായത് 2 മണിക്കൂറിനുള്ളിൽ എത്തുമല്ലോ എല്ലാം കഴിഞ്ഞ്. അപ്പോൾ അന്ന് മൊത്തം നമുക്ക് കറങ്ങാം. അടുത്ത ദിവസവും കറങ്ങിയിട്ട് ആ ദിവസത്തെ വൈകിട്ടത്തെ ഷിപ്പിന് തിരിച്ച് നീലിലേക്ക് പോവുകയാണ് പതിവ്. പക്ഷെ ഞങ്ങളൊരു 5-6 ദിവസം റിലാക്സ് ചെയ്യാൻ വേണ്ടി തന്നെ വന്നതാണ് കേട്ടോ. അപ്പോൾ എന്താ സംഭവിച്ചത്, ഒരു ദിവസം തലകറക്കത്തിൻ്റെ പേരിൽ അങ്ങ് പോയി. ഇവിടെ എത്തിയപ്പോഴത്തേക്ക് നമ്മുടെ നാട്ടിൽ ഒക്കെ എത്തിയ ഫീലാണ് കേട്ടോ എനിക്ക് കിട്ടിയത്. ആൻഡമാൻ പൊതുവേ ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെയാണ്. എന്നാലും നമുക്ക് കിട്ടിയ ഒരു റൂം അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇങ്ങനത്തെ ഒരു റൂമിലൊക്കെ താമസിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ട് അങ്ങനെ ബുക്ക് ചെയ്തതാണേ. പക്ഷേ താമരക്കുളം കണ്ടോ, ആമ്പൽക്കുളം, അതിൽ വെള്ളമൊന്നുമില്ലെങ്കിലും ആമ്പൽ നമ്മളെ സ്വാഗതം ചെയ്യാൻ വേണ്ടി വിരിഞ്ഞു നിൽപ്പുണ്ട്. അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് റൂമിലേക്ക് പോകാമെന്ന് കരുതി. റൂമിൽ നമുക്ക് ഇഷ്ടപ്പെടും, കാരണം ഫുൾ വുഡൻ ഫ്ലോറിങ്ങും അങ്ങനത്തെ ഫുൾ ബാമ്പൂവിൻ്റെ നമ്മുടെ നാട്ടിലെ പനയോല കൊണ്ട് കെട്ടിയിട്ടുള്ള പുൽക്കുടിൽ പോലത്തെ ഒരു മുറി. കുറച്ച് മുമ്പ് നമ്മൾ ഡിഗ്ലിപൂരിൽ പോയപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് വീഡിയോയിലും, അവിടെ ഇങ്ങനെ റൂമിന് ഹാഫ് മാത്രമായിരുന്നു പനയോല കൊണ്ട് മൂടിയിട്ടുള്ളത്. അത് ആ ഒരു സെറ്റപ്പ് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് കേട്ടോ ഈ പ്രാവശ്യം ഫുള്ള് പനയോല കൊണ്ട് മൂടിയിട്ടുള്ള റൂമുകൾ നമ്മൾ ഹോട്ടൽ ബുക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുമല്ലോ. അങ്ങനെ ബുക്ക് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ. ഭയങ്കര ഒരു രസമാണ്, ഒരു സ്മെല്ലൊക്കെയാണ്, നല്ല അടിപൊളി രസമാണ് ഇങ്ങനെയുള്ള റൂമിൽ താമസിക്കാനായിട്ട്. ഒരു നാച്ചുറൽ സ്മെല്ലാണ്. അപ്പോൾ ആ കോൺക്രീറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ, സാധാരണ ഭിത്തി തന്നെയാണ്, എന്നാലും ആ ഒരു സാധനം ഇതാണ്. പിന്നെ ഒരു ഗ്ലാസ് സെപ്പറേഷൻ അപ്പുറം നമ്മുടെ വാഷ്റൂം, അത് ഏകദേശം ഒരു ഓപ്പൺ വാഷ്റൂം പോലെ തന്നെയാണ്. അടിപൊളിയാണ്. ഓപ്പൺ പോലെ ആണെങ്കിലും നമുക്ക് ഭയങ്കര സെക്യൂരിറ്റി ഫീൽ ചെയ്യും കേട്ടോ. അപ്പം മേൽ പറഞ്ഞതുപോലെ നമ്മൾ തലകറങ്ങി അവശതയായിട്ടാണല്ലോ വന്നത്. ചെറിയൊരു പനി അടിക്കുന്നുണ്ടോ എന്ന് ഡൗട്ട് തോന്നിയപ്പോൾ പ്രജി പറഞ്ഞു നമുക്ക് ഏതായാലും കുറച്ച് റെസ്റ്റ് എടുക്കാം, നമ്മൾ ഭയങ്കര ചില്ല് ചെയ്യാനല്ലേ വന്നത്, ഓടിപ്പിടിച്ച് ഇന്ന് തന്നെ നമ്മൾ ഓരോ സൈറ്റും കാണേണ്ട ആവശ്യമൊന്നുമില്ല, സുഖമായിട്ട് കിടന്നുറങ്ങാം, ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും തീരുമാനിക്കാം എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് ഞാനും പറഞ്ഞു. സാധാരണഗതിയിൽ ഞാനങ്ങനെ പറയുന്നതല്ല, കിട്ടുന്ന മാക്സിമം ടൈം എൻജോയ് ചെയ്യണം, നമുക്ക് പുറത്തേക്ക് പോവാം എന്ന് തന്നെ പറയുന്ന ഒരാളാണ് ഞാൻ. പിന്നെ ഈ വീഡിയോയിൽ കാണിക്കാത്തൊരു സംഭവം ഉണ്ട് കേട്ടോ. ഇതിനിടയ്ക്ക് നമ്മളൊരു വരുന്ന വഴിക്ക് ഷിപ്പിൽ നിന്ന് ഇറങ്ങിയ പാടെ തന്നെ നമുക്ക് റൂമിലേക്ക് വരണമെങ്കിൽ നമുക്കൊരു വണ്ടി വേണമല്ലോ. അപ്പം അവിടെ നോർമലി എല്ലാവരും ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ റെൻറ്റിന് വണ്ടി എടുക്കും. നോർമലി ഒരു ദിവസത്തേക്ക് വന്നാലും നമ്മൾ റെൻറ്റിന് വണ്ടി എടുക്കണം. 300 രൂപയാണ് കേട്ടോ ഒരു 2 വീലറിന്. 2 പേര് മാത്രമേ ഉള്ളല്ലോ നമ്മളപ്പോൾ 2 വീലറിന്. അതിൻ്റെ കൂടെ അവർ ഹെൽമെറ്റും തരും. തൊട്ടടുത്ത് പെട്രോൾ പമ്പ് ഉണ്ട്, 100 രൂപയ്ക്ക് പെട്രോൾ അടിച്ചാൽ മതി. വളരെ കുറവാണ് നാട്ടിലെ അപേക്ഷിച്ച് ഇവിടെ. അപ്പോൾ അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ എടുത്തിട്ടാണ് ഇവിടെ വന്നത്. അതൊന്നും വീഡിയോ എടുക്കാനുള്ള ഒരു ആരോഗ്യമോ ഒരു ബോധമോ എനിക്കുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ എന്തായി, നമ്മൾ 2 പേരും നല്ല അടിപൊളിയായിട്ട് കിടന്നുറങ്ങി. ശംഭു ഉറങ്ങിയില്ല എന്ന് വരുത്തി ഞങ്ങളുടെ കൂടെ തന്നെ കിടന്നു കേട്ടോ. അങ്ങനെ ഒരു സ്വഭാവമുണ്ട് കുട്ടിക്ക്. നമ്മളെല്ലാവരും ഉറങ്ങുവാണെങ്കിൽ അത് മിണ്ടാതെ എത്ര നേരം വേണമെങ്കിലും കിടന്നോളും. അതിനുശേഷം നമ്മൾ എണീറ്റ പാടെ ഒരു കോഫി ഉണ്ടാക്കി. കോഫി പലതരത്തിൽ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നെസ്കഫേയും ബ്രൂവും ലവിസ്റ്റയും എല്ലാം തന്നിട്ടുണ്ട്. കെറ്റിലും ഉണ്ട്, നമുക്ക് കോഫി ഉണ്ടാക്കാമല്ലോ. അപ്പോൾ ഒന്ന് ഉഷാറാവാൻ വേണ്ടി കോഫി ഉണ്ടാക്കാം എന്ന് കരുതി എണീച്ചിട്ട് സമയം നോക്കുമ്പോൾ ലഞ്ചിൻ്റെ ടൈമൊക്കെ കഴിഞ്ഞു കേട്ടോ. നമ്മൾ ലഞ്ച് കഴിച്ചിട്ടില്ല, കാരണം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞ പാടെ വന്ന് കിടന്നുറങ്ങിയതാണ്. ഏകദേശം വൈകുന്നേരം ആവാനായി സമയം. അപ്പം പിന്നെ കോഫി കുടിക്കാമല്ലോ. കോഫി കുടിച്ചിട്ട് ചുമ്മാ ഒന്ന് പുറത്തേക്ക് നടക്കാം എന്ന് വിചാരിച്ചു കേട്ടോ. ഉറക്കത്തിൽ നിന്ന് എണീറ്റ പാടെ ഞാൻ വന്നിരിക്കുകയാണ്, മുടി പോലും ഒതുക്കിയിട്ടില്ല. അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ നടന്നു വന്നപ്പോഴാണ് ഏകദേശം നമ്മൾ റൂം ബുക്ക് ചെയ്തപ്പോൾ തന്നെ അറിയായിരുന്നു നമ്മളൊരു ബീച്ച് സൈഡിലാണ് നിൽക്കുന്നത്. ഇതിൻ്റെ തൊട്ട് അങ്ങോട്ട് കയറുന്നത് ബീച്ചാണ്. അപ്പം നമുക്കൊന്ന് പുറത്തിറങ്ങി കടലിലേക്കൊക്കെ ഒന്ന് കാലൊക്കെ നനച്ച് നമ്മുടെ വെക്കേഷൻ മൂഡൊന്ന് ഓൺ ചെയ്യാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ ഈ ബാഗൊക്കെ എടുത്ത് പോകുന്നത് എന്താണെന്ന് വിചാരിക്കണ്ട, അത് നമ്മുടെ ഫോണും ക്യാമറയൊക്കെ സൂക്ഷിച്ച് വെക്കണമല്ലോ. ഇപ്പോൾ വന്നത് ഓക്സിജനാണ് കേട്ടോ, നമുക്ക് സ്കൂബ ഡൈവിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. എല്ലാം ചെയ്യാന്നേ, ഇനി ദിവസങ്ങളുണ്ടല്ലോ. അപ്പോൾ നമ്മളതേ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ നോക്കുന്നത് കടലിലേക്കാണ്.
ശമ്പുട്ടൻ ഭയങ്കര എക്സൈറ്റഡ് ആയി എനിക്കൊരു പൂവൊക്കെ എടുത്ത് തന്നു കേട്ടോ. ആള് വിചാരിച്ചു അമ്മ തലറങ്ങി കിടക്കുന്നതുകൊണ്ട് അടുത്ത ദിവസം രാവിലെ നമ്മൾ തിരിച്ചങ്ങ് പോകും. അങ്ങനെയാണ് കേട്ടോ ഞങ്ങൾ പറഞ്ഞിരുന്നത്, നമുക്ക് തിരിച്ചു പോകാമെന്നൊക്കെ പറഞ്ഞിരുന്നു. എന്തായാലും ആള് ബീച്ചിലേക്ക് എത്തിയപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമായി. ഈ വഴിയൊക്കെ നമുക്ക് രാത്രി വരണം കേട്ടോ ഒരു ദിവസം. അടിപൊളി ഫീലിംഗ് ആണ്, നല്ല രസമാണ്, നല്ലൊരു ശരിക്കും റിലാക്സ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണെന്ന് തോന്നും. പക്ഷേ ആൻഡമാനെ പോലെ ഒരു സ്ഥലം നമുക്ക് സ്ഥിരം നിൽക്കാൻ കൊള്ളില്ല എന്ന് ഞാനിപ്പോൾ നിൽക്കുന്നത് കൊണ്ട് മനസ്സിലായതാണ് കേട്ടോ. ഐലൻഡൊക്കെ ഭയങ്കര റിസ്ക്കാണ്, നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഹെൽത്ത് വൈസ് നമുക്കിവിടെ സർവൈവ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതാ ഇവിടെ കണ്ടോ ഒരു കുഴിയിൽ നിന്ന് ഇങ്ങനെ നീരോ പോലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ശമ്പൂട്ടൻ അത് മൂടിയിട്ടിട്ട് അവിടെ ഒരു പൂ നട്ട് വെച്ചു കേട്ടോ. അവിടെ നിന്ന് നന്നായിട്ട് കിളിക്കും പോലും. പൂ നട്ട് വെച്ചാൽ നല്ല വെള്ളം ഉള്ളതുകൊണ്ട് അവിടെ ചെടി കിളിക്കും പോലും. ശരി ആയിക്കോട്ടെ, നല്ല രസമാണ്, നമുക്ക് ചെറിയ കാര്യങ്ങൾ കുട്ടികളുടെ കൂടെ എൻജോയ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ അവൻ പറഞ്ഞു അമ്മ ആ വെള്ളത്തിൻ്റെ സോഴ്സ് അടച്ചു വെച്ചു, അപ്പോൾ പിന്നെ വെള്ളം കുറച്ച് നേരത്തേക്ക് വരില്ല എന്ന്. ഞാനങ്ങ് അടച്ചു വെച്ചു. പിന്നെ മണ്ണും വെള്ളവും എല്ലാം കൂടെ ഇറച്ചി കയറി വരാൻ തുടങ്ങി. ഇനി ഭാവിയിൽ ഇതൊരു വോൾക്കാനോയിട്ട് വരുമോ എന്ന് വരെ ഞാൻ സംശയിച്ചു കേട്ടോ. എന്നിരുന്നാലും ശരി, നല്ല രസമല്ലേ ഇത് കണ്ടിരിക്കാനായിട്ട്. ഇപ്പം നമ്മൾ കൂടുതൽ റീൽസിൽ കാണുന്ന മഞ്ഞപ്പൊടിയും വെള്ളവും ഇല്ലേ, നമ്മളും ചെയ്തിരുന്നു കേട്ടോ, അതുപോലൊക്കെ തോന്നുന്നില്ലേ? ശരി, അപ്പം നമ്മൾ എന്തായാലും വെള്ളത്തിൽ ഇറങ്ങിയാലേ ശമ്പൂട്ടിന് ഇറങ്ങുള്ളൂ എന്ന് വാശി. പക്ഷെ അവൻ എന്തായാലും ഇറങ്ങിയേ പറ്റുള്ളൂ. ഈ കാണുന്നതൊന്നും മൺകൂനകളല്ല കേട്ടോ, ഇതൊക്കെ പണ്ട് പവിഴപ്പുറ്റുകളായിരുന്നു. ഇതൊക്കെ ഇപ്പോൾ ഡെഡ് കോറൽസ് ആണ്, അതായത് ജീവനുള്ളത് ലൈവ് കോറൽസും ഈ കറുത്തിരിക്കുന്നത് എല്ലാം ഡെഡ് കോറൽസും ആണ്. ഇതിനെക്കുറിച്ച് നമ്മൾ ഇന്നല്ല പഠിച്ചത്, നാളെയാണ്. കാരണം നാളെ പോകുമ്പോഴാണ്, അടുത്ത ട്രിപ്പിലാണ് നമ്മളിതൊക്കെ അറിഞ്ഞത്. പക്ഷേ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എനിക്കറിയാമല്ലോ ഇതെന്തൊക്കെയാണെന്ന്, അതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നേരത്തെ പണ്ട് ഇവിടെയൊക്കെ കടലായിരുന്നു, കടൽ കയറി വരുന്ന സമയമുണ്ടല്ലോ, പണ്ട് ഇവിടെയൊക്കെ സ്ഥിരം കടൽ തന്നെയായിരുന്നു. പിന്നെ ഓരോ നമ്മുടെ ജീവജാലങ്ങൾക്കും നമ്മുടെ പ്രകൃതിക്കും ഒക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്ന പോലെ കടലിറങ്ങിപ്പോയതാണ്. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ വെള്ളം കയറി വരും, സ്ഥിരമായിട്ട് വെള്ളം ഇല്ലല്ലോ, അതുകൊണ്ട് അവിടെയെല്ലാം ഡെഡ് കോറൽസ് ആയിട്ട് പോയി കേട്ടോ. ഭയങ്കര വേദനയാണ് അതൊക്കെ കാലിൽ കൊണ്ടിട്ടുണ്ടെങ്കിൽ. പാറക്കല്ല് കൊള്ളുന്ന പോലെയൊന്നും അല്ല, അതിലും ഭയങ്കര ശക്തിയിലാണ് ഈ കോറൽസൊക്കെ നമ്മളെ ആക്രമിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ശരിക്കും പറഞ്ഞാൽ പാറ പോലെ ഉറച്ചു നിൽക്കുന്നതാണ്. അതിൻ്റെ മുകളിലൊക്കെ കയറി നിന്നിട്ട് കാലൊന്ന് സ്ലിപ്പ് ആവുകയാണെങ്കിൽ ശരിക്കും മുറിഞ്ഞു പോകും കാല്, അതുപോലെ. അപ്പോൾ എന്തായാലും ഞാൻ മൂഡ് ഓഫ് ആയിട്ടിരുന്നാൽ ശരിയാവില്ല. ഞാൻ ഇറങ്ങാത്തത് കൊണ്ട് തന്നെ പ്രജി ഇറങ്ങുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ എന്നാൽ പിന്നെ എനിക്ക് പോകണമായിരുന്നു, പക്ഷെ നിങ്ങൾ വരാത്തതുകൊണ്ട് എനിക്ക് പേടിയാണെന്നൊക്കെ പറഞ്ഞ് ശംഭു മാറിയപ്പോഴത്തേക്ക് ഞങ്ങൾ ചുമ്മാ നിന്നിട്ട് കാലൊന്ന് നനയ്ക്കാം എന്ന് കരുതി. അവനെ ഇറങ്ങിക്കോട്ടെ അല്ലേ. പക്ഷെ ആൾ വിട്ടില്ല കേട്ടോ. ആളും അപ്പം നമ്മളെ ചുറ്റിപ്പറ്റി തന്നെ നിന്നു. ഇത്രയും ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള വെള്ളമായിട്ടും കൂടെ ഞങ്ങൾ കൂടെ വരാതെ അവൻ വരില്ല എന്ന് വാശി പിടിക്കുന്നുണ്ടായിരുന്നു. നിറയെ ഞണ്ടുകളുടെ കുഴിയാണ് എവിടെ നോക്കിയാലും. അപ്പോൾ ഏതെങ്കിലും ജീവികളോ അല്ലെങ്കിൽ വാട്ടർ ആനിമൽസോ ഇങ്ങോട്ടേക്ക് വന്നാൽ നമുക്ക് കാണാൻ പറ്റും. എന്നിരുന്നാൽ പോലും ഇവിടെ ഭയങ്കര സേഫാണ് ഹാവ്ലോക്ക്. ആൻഡമാനിലെ ബാക്കിയുള്ള ഐലൻഡിനെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. വലിയ കാര്യമായിട്ടുള്ള കുഴപ്പങ്ങളൊന്നും ഇല്ല. പക്ഷേ എന്നിരുന്നാലും സേഫ്റ്റിയാണ് പ്രശ്നമാണ്. കടലാണ്, ഏത് സമയവും രൂപം മാറാൻ പറ്റുന്നൊരു പ്രതിഭാസമാണ്. അപ്പോൾ ഭയങ്കര പീസ്ഫുള്ളായിട്ടൊരു സ്ഥലത്താണ്, നമ്മുടെ സ്വന്തം ബീച്ച്, നമ്മുടെ സ്വന്തം റൂമിൻ്റെ അടുത്ത്. അപ്പോൾ നമുക്ക് സേഫാണ്. ഇത് കണ്ടോ, ഇതൊക്കെ നമ്മുടെ കക്കകളാണ് കേട്ടോ. കക്ക, കല്ലുമ്മക്കായ എന്നൊക്കെ പറയില്ലേ, അതാണേ. അപ്പോൾ നമ്മൾ ഭയങ്കര മൂർച്ചയാണ് അതിൽ, കാല് ശരിക്കും മുറിഞ്ഞു പോകും. ശമ്പൂർ ഒറ്റയ്ക്ക് അങ്ങോട്ട് പോകാൻ നല്ല പേടിയുണ്ട് കേട്ടോ. അവിടെ അതുണ്ടമ്മ, അവിടെ അനങ്ങുന്നമ്മ, അവിടെ കുഴിയുണ്ടമ്മ, അവിടുന്ന് വെള്ളം കൂടുതൽ വരുന്നമ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ശരി, എന്തായാലും തീരുമാനിച്ചു. എന്നാൽ പിന്നെ നമുക്കങ്ങ് ഇറങ്ങിയേക്കാം. ഇപ്പം പിന്നെ ഈ പ്രജി പറഞ്ഞു ഈ നടുവേദനയാണെന്ന് നേരത്തെ പറഞ്ഞത് വല്ലതും നിങ്ങൾ കേട്ടിരുന്നോ? അപ്പോൾ ഈ നടുവേദനയുള്ളപ്പോൾ നമ്മൾ വെള്ളത്തിൽ കുറച്ച് നേരം ബാലൻസ് ചെയ്ത് പൊങ്ങിക്കിടന്നാൽ നമുക്ക് നല്ല റിലീഫ് കിട്ടും കേട്ടോ. പിന്നെ ഉപ്പുവെള്ളം അല്ലേ, ഭയങ്കര നല്ലതാണ് കടലിൽ കുറച്ച് നേരം കിടക്കുന്നതൊക്കെ. അപ്പോൾ പ്രജി എന്നോട് ഫോഴ്സ് ചെയ്തു, നീയും കൂടെ കുറച്ച് നേരം വെള്ളത്തിൽ കിടന്നോ, അപ്പോൾ പിന്നെ കുറച്ച് ഒന്ന് ഉഷാറാവും, ക്ഷീണമൊക്കെ ഒന്ന് മാറട്ടെ. മീൻസ് നമ്മളൊന്ന് വയ്യാണ്ടൊക്കെ ഇരിക്കുമ്പോൾ ഒന്ന് കുളിച്ച് ഫ്രഷായി വന്നാൽ ഒരു സുഖമല്ലേ. അപ്പം എന്തായാലും നമ്മളും കൂടി ചെല്ലാതെ ശമ്പൂട്ടിന് ഇറങ്ങില്ല എന്ന് തീരുമാനിച്ചു. ശരിക്കും പറഞ്ഞാൽ മൂഡില്ലായിരുന്നു അന്ന് ഇറങ്ങാൻ. വെള്ളത്തിൽ ഇറങ്ങി കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേന് ശരിക്കും ആക്റ്റീവായി, ശരിക്കും നല്ല മൂഡായി നമുക്ക് കേട്ടോ. മീൻസ് നമുക്ക് ഇനിയും അടുത്തൊരു ദിവസത്തിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാമെന്നുള്ള രീതിയിലേക്ക് നമ്മൾ ആക്റ്റീവായി തുടങ്ങി. അപ്പോൾ ഇത് കണ്ടോ, അതിനിടയ്ക്ക് വീഡിയോ ഒന്ന് പോയി എടുത്തതാണേ പ്രജി. ഇത് നോക്കൂ, നിറയെ കല്ലുകളും. ഇത് പായലുകളല്ല, ശരിക്കും നോക്കിയാൽ മനസ്സിലാവും ഇതൊക്കെ
കക്കയുടെ പുറത്തെ തോടുകളാണ് കേട്ടോ. ഭയങ്കര വേദനയാണ് നമ്മുടെ കാലിത് കൊണ്ട് മുറിഞ്ഞാൽ. പലവട്ടം പറയുന്നത് എന്താണെന്നറിയോ, അവിടെ ഒരാളുടെ മുറിഞ്ഞിട്ട് കാലിൽ നിന്ന് ചോര വരുന്നത് ഞാൻ കണ്ടു കേട്ടോ. ഈ കുഴികളിലെല്ലാം ഞണ്ട് കയറിയിരിക്കുകയാണ്. നിറയെ ഞണ്ടുകളാണ്. കരയിലും കടലിലും വെള്ളത്തിലും നമ്മുടെ തീരത്തും എല്ലാം ഞണ്ടുകളാണ്. ഇതിനകത്തൊരു 10,000 അല്ലെങ്കിൽ 1,00,000 ഞണ്ടുകളെങ്കിലും കാണും കേട്ടോ. ഇവിടെ എല്ലാം ഞണ്ടമ്മമാർ കുഴി കുഴിച്ച് വെച്ചിരിക്കുകയാണ്. ഞാൻ ഈ കോറലിനെ കുറിച്ച് അത്ര ചെറുതാക്കി പറഞ്ഞതൊന്നും അല്ല കേട്ടോ. ഇത് ഗോവിന്ദ ബീച്ചാണ്. ഇവിടെ നിറയെ കോറൽസാണ്, പവിഴ പുറ്റുകളാണ്. ഇപ്പം തന്നെ മനസ്സിലായല്ലോ അല്ലേ, കടൽ എത്രത്തോളം പുറകിലേക്ക് ഇറങ്ങിയെന്ന്. ഇവിടെ എല്ലാം പണ്ട് കടലായിരുന്നു. ഇപ്പോൾ വേലിയേറ്റത്തിൻ്റെ സമയത്ത് മാത്രം കുറച്ച് വെള്ളം ഇങ്ങനെ കയറി വരും, പിന്നെ ഇറങ്ങിപ്പോവും. അങ്ങനെയാണേ. അപ്പം ഇവിടെ ഓരോ പവിഴപ്പുറ്റിനകത്തും 1000 ഞണ്ടമ്മാവന്മാരിങ്ങനെ ഇരിപ്പുണ്ട്. കണ്ടോ, പുഴിഞ്ഞൊരയ്ക്കുന്ന പോലെ. ഏതൊരു ആംഗിളിൽ നോക്കിയാലും അവിടെ എല്ലാം ഇഷ്ടം പോലെ ഞണ്ടമ്മാവന്മാരാണ്. ഓരോ പവിഴപ്പുറ്റിൻ്റെ ഓരോ കുഴികൾക്കകത്തുനിന്നും ഓരോ തലയും കയ്യും കാലും എല്ലാം പുറത്തേക്ക് വരുന്നുണ്ട്. എത്രത്തോളം കാണാൻ പറ്റുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ അവിടെ എവിടെയായിട്ട് എല്ലായിടത്തും അനങ്ങുന്നത് കണ്ടോ, ഒരുമാതിരി പുഴിഞ്ഞുരയ്ക്കുന്നത് പോലെയാണ് എവിടെ നോക്കിയാലും. അതുകൊണ്ട് കാല് വെക്കുമ്പോൾ കാലിൻ്റെ അടിയിൽ ഞണ്ടുണ്ടോ എന്ന് നോക്കിയിട്ട് തന്നെ കാല് വെക്കേണ്ട ഒരവസ്ഥയാണ്. പക്ഷേ അവർക്ക് ബുദ്ധിയുണ്ടല്ലോ. നമ്മുടെ കാലനക്കം കേൾക്കുമ്പോൾ തന്നെ അവർ വേഗം ഓടി ഒളിക്കും. നമ്മൾ പുറകെ ഓടിപ്പോയാലാണ് ഒന്ന് വീഡിയോയിലെങ്കിലും കിട്ടുക കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ കുറേ നേരം ഒരിടത്ത് തന്നെ അനങ്ങാതെ കാറ്റ് പോലും അടിക്കാത്ത പോലെ ഇങ്ങനെ നിൽക്കണം. അപ്പോൾ അവർ ഓരോരുത്തരും മെല്ലെ തലയൊക്കെ പൊക്കി പുറത്തേക്ക് വരും. അങ്ങനെയാണ് പൊതുവേ ഇവന്മാരുടെയൊക്കെ ഫോട്ടോ അടിപൊളിയായിട്ട് എടുക്കുക. പക്ഷേ നമ്മുടെ കൂടെ ഒരു കുഞ്ഞുകുട്ടി ഉണ്ടല്ലോ, അവൻ ഓടി എല്ലാവരുടെയും പുറകെ നടക്കും. നമ്മളെക്കാൾ മുമ്പേ അവൻ ഓടും. അപ്പോഴത്തേക്ക് ഈ ഞണ്ടമ്മാവന്മാരെല്ലാവരും ഓടി 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 അവൻ്റെ ഫ്രണ്ടിലേക്ക് പോകും. അങ്ങനെയാണേ. അപ്പോൾ ഒരാൾ മാത്രം കുഴി കുഴിക്കാൻ പറ്റാണ്ടതേ കഷ്ടപ്പെടുന്ന കണ്ടോ. എന്നാലും നമ്മൾ അടുത്തേക്ക് ചെല്ലുമ്പോൾ മാക്സിമം പ്രഷർ എടുത്ത് കുഴി കുഴിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ ചത്തതുപോലെ കിടക്കാം എന്ന് കരുതിയിട്ട് അനങ്ങാതെ നിന്നാൽ കുറച്ചു നേരം കഴിയുമ്പോൾ പൊയ്ക്കോളല്ലോ എന്ന് സിനിമയിലൊക്കെ പറഞ്ഞതുപോലെ അവർ കുറേ നേരം ആക്ട് ചെയ്ത് കാണിച്ചു തരും കേട്ടോ. അതിനുശേഷം രണ്ടും കൽപ്പിച്ച് എന്നാൽ പിന്നെ അങ്ങ് ഇറങ്ങിയേക്കാം. നമ്മൾ മൂഡ് ഓഫ് ആയിട്ടിരുന്ന ഇവരുടെ മൂഡും കൂടെ അല്ലേ പോകുന്നത്. ഈ വന്നതിൻ്റെ ഒക്കെ ഒരു ത്രില്ലങ്ങ് പോകുമല്ലോ. എന്തായാലും ഇറങ്ങിയേക്കാം, ചുമ്മാ നിൽക്കാം വെള്ളത്തിലൊക്കെ. അവൻ നടന്നോട്ടെ, അവൻ കുറച്ച് വെള്ളത്തിലേക്ക് ഇറങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞു. നമ്മളങ്ങ് തീരുമാനിച്ചു കേട്ടോ. അപ്പം മെല്ലെ നമ്മൾ ഈ സൈഡിലേക്ക് നടക്കാം, അവൻ അങ്ങ് ഉള്ളിലോട്ട് ഇറങ്ങിപ്പോയിക്കോട്ടെ. കുറച്ച് നമുക്ക് കാണാൻ പറ്റുന്നില്ലേ, കുറച്ച് ഷെയ്ഡുള്ളിടം വരെയൊക്കെ കര തന്നെയാണ്, നമുക്ക് നടക്കാൻ പറ്റുന്ന സ്ഥലം തന്നെയാണ്. അങ്ങോട്ടേക്ക് കുറേ പോയാലേ അധികം ആഴം ഉണ്ടാവുള്ളൂ കേട്ടോ. അതുകൊണ്ട് കുഞ്ഞിനെ ധൈര്യമായിട്ട് വിടാം. പിന്നെ പ്രൈവറ്റ് ബീച്ച് ആയതുകൊണ്ട് നമ്മുടെ റിസോർട്ടിൽ താമസിക്കുന്നവർ മാത്രമാണ് ഇവിടെ വരുള്ളൂ. അല്ലാണ്ട് പുറത്തുനിന്ന് ആരും അങ്ങനെ വരുന്നില്ല കേട്ടോ. പുറത്തുനിന്ന് വരുന്നവർക്ക്, ജസ്റ്റ് കാണാൻ വരുന്നവർക്കായിട്ട് വേറെ സ്പോട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇവിടെ നമ്മൾ അവിടെ താമസിക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ ഇങ്ങോട്ടൊരു എൻട്രി. അപ്പോൾ എന്തായാലും അവൻ വെള്ളത്തിൽ ഇറങ്ങുന്നില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് അവനെ കൃത്യമായിട്ട് ഞാനൊന്ന് കഷ്ടപ്പെട്ടെടുത്ത് മുക്കിയെടുത്തു. പ്രശ്നം ഇതാണ്, വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇതിനെ കയറ്റാൻ കുറച്ച് പാടാണ്. ആദ്യത്തെ ഒരു ഇൻട്രസ്റ്റിലങ്ങ് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ. ഇന്ന് പക്ഷേ ഞാൻ തലയിറങ്ങി വീഴുന്നത് കണ്ടിട്ട് ആൾ പേടിച്ചിട്ടാണ് നമ്മുടെ അടുത്ത് തന്നെ ഈ ചുറ്റിപ്പറ്റി നിൽക്കുന്നതേ. ഇനി കുറച്ച് ദിവസത്തേക്ക് അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. എന്ത് പറഞ്ഞാലും നമ്മളോട് വഴക്കൊന്നും പറയാനുള്ള അവസരമൊന്നും ഉണ്ടാക്കത്തില്ല. ആൾ കൂടെ നിൽക്കും നമുക്ക് വയ്യാഴി ആയാലേ. അപ്പം അതുകൊണ്ട് എന്നെ ചുറ്റിപ്പറ്റിയേ ഇന്ന് നിൽക്കുന്നുള്ളൂ. എന്തായാലും അവൻ നന്നായിട്ട് എൻജോയ് ചെയ്യണമെങ്കിൽ ഞാൻ ഇറങ്ങിയേ പറ്റുള്ളൂ, അല്ലെങ്കിൽ പ്രജി ഇറങ്ങണം. പക്ഷേ പ്രജി ഇറങ്ങുന്നില്ല. ഞാൻ അവിടെ സാധനങ്ങളൊക്കെ സൂക്ഷിക്കാം, ക്യാമറയും ഫോണും ഒക്കെ നോക്കിക്കോളാം. കാരണം സന്ധ്യ ആയല്ലോ, ഇനി വേലിയേറ്റ സമയമാണ്. നമ്മൾ വെച്ചിട്ട് എന്തെങ്കിലും വരുവാണെങ്കിൽ അതിനകത്തേക്ക് ചിലപ്പോൾ ഞണ്ട് കയറി ഇരിക്കാൻ സാധ്യതയുണ്ട്. അതേപോലെ കടൽ വെള്ളം മുകളിലേക്ക് കയറി വരാനുള്ള ചാൻസും ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇറങ്ങിയിട്ട് എൻജോയ് ചെയ്യുക എന്ന് പറഞ്ഞ് പ്രജി അവിടെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നേ. കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രജീനെ നമ്മൾ ഇറക്കി കേട്ടോ. അല്ലാണ്ട് നിവർത്തിയില്ലല്ലോ, നമ്മളെ കഷ്ടപ്പെട്ട് ഫോഴ്സ് ചെയ്ത് ഒരാൾ എൻജോയ് ചെയ്യിപ്പിക്കുമ്പം ആ ആൾ കാവൽക്കാരനെ പോലെ വെറുതെ ഇരുന്നാൽ നമുക്കതിലൊരു സുഖമില്ലല്ലോ. അപ്പോൾ എന്തായാലും പ്രജി ഇറക്കി കേട്ടോ. അപ്പോൾ കുറച്ച് നേരം വെള്ളത്തിൽ ഇങ്ങനെ തലയിങ്ങനെ മുക്കി വെക്കുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സുഖം തോന്നി കേട്ടോ. ആ ഒരു ക്ഷീണവും ബുദ്ധിമുട്ടും എല്ലാം മാറി.
പിന്നെ കടൽ വെള്ളത്തിൽ കുളിച്ചാൽ അങ്ങനെ പനിയൊന്നും വരില്ല കേട്ടോ. പൊതുവേ എനിക്ക് മഴ നനഞ്ഞാലോ, എനിക്കായാലും ശംഭുവിനായാലും മഴ നനഞ്ഞാലും വെള്ളത്തിലിറങ്ങിയാലും ഒന്നും പനി വരാറില്ല. അങ്ങനത്തെ പേടിയൊന്നും നമുക്കില്ല. 6 മാസമായി, ജനിച്ചപ്പോൾ തൊട്ട് കടലിൽ കിടക്കുന്ന കുട്ടിയാണ് ശംഭുട്ടൻ. അപ്പോൾ ഞങ്ങളങ്ങനെ കുറേ നേരം റിലാക്സ് ചെയ്ത് കുറച്ച് ഇരുട്ടുന്നിടം വരെ തന്നെ, വെള്ളി വീഴുന്നല്ലോ, എന്തായാലും ഇരുട്ടുന്നിടം വരെ തന്നെ ഞങ്ങൾ വെള്ളത്തിൽ തന്നെ ഇരുന്നു കേട്ടോ. നല്ല സുഖമുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുഞ്ഞിനെ നോക്കാണ്ട് ഞാൻ സ്വന്തമായിട്ട് അങ്ങ് വെള്ളത്തിൽ തന്നെ അങ്ങ് നല്ലൊരു നമുക്ക് റിലാക്സ് ഫീൽഡാവും നമ്മളിങ്ങനെ വെള്ളത്തിൽ പൊങ്ങി കിടക്കുമ്പം. അപ്പോൾ പിന്നെ അവിടെ ഒരു മുളയുടെ ഒരു ചെങ്ങാടം പോലെ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്നത്. അവിടെ ക്യാമറയും നമ്മുടെ ഫോണും എല്ലാം വെച്ചിട്ട് പ്രജിയും കൂടെ വന്നു കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ. എന്തായാലും കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മുടെ കൂടെ എൻജോയ് ചെയ്യാൻ വന്നു കേട്ടോ. അങ്ങനെയായിരുന്നു നമ്മുടെ ഹാവ്ലോക്കിലെ ഫസ്റ്റ് ഡേ എന്ന് പറഞ്ഞാൽ. തീർന്നിട്ടില്ല, നമ്മൾ കുറേ ദിവസം ഇവിടെ ഉണ്ടാവും, കുറച്ചധിക ദിവസം ഉണ്ടാവും. കാരണം നാട്ടിലേക്ക് ലീവിന് പോകാനുള്ള ഒരു അത്രയ്ക്കൊരു ലീവില്ല. മിനിമം ഒരു 10 ദിവസമെങ്കിലും ലീവ് ഉണ്ടെങ്കിലല്ലേ നാട്ടിലേക്ക് പോകാൻ പറ്റൂ. യാത്രകൾ തന്നെ ഇല്ലേ, നാട്ടിൽ പോയാൽ കണ്ണൂർ പോകണം, ആലപ്പുഴയ്ക്ക് പോകണം, എല്ലാം കൊണ്ടും നമുക്ക് ആ ഒരു ടൈമും കൂടെ നോക്കിയിട്ട് വേണ്ടേ വരാൻ. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ മുളയുടെ സെറ്റപ്പ്. അപ്പം കുറേ നേരം കഴിഞ്ഞ് വെള്ളത്തിൽ കുളിയെല്ലാം കഴിഞ്ഞ് തോർത്തിയെല്ലാം കഴിഞ്ഞ് പ്രജി ക്യാമറയും കൊണ്ടങ്ങ് പോയി. ഞാനും തലയൊക്കെ ഒന്ന് തോർത്തിയിട്ട് ചെങ്ങാടത്തിൽ കയറിയിരുന്നു. അതിനുശേഷവും ശംഭൂട്ടൻ പിന്നെ കയറില്ല എന്ന് വന്നു. കാരണം ഇതാണ്, ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ. അതിനുശേഷം ഒരുവിധം കഷ്ടപ്പെട്ട് മോനെ ഒന്ന് കരയിലേക്ക് കയറ്റി. കാരണം പറഞ്ഞത് ഇതാണ്, മോനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഇന്ന് നമ്മൾ കഴിച്ചിട്ടുള്ളൂ, ഈ ലഞ്ച് നമ്മൾ സ്കിപ്പായി, ഇനി നമ്മൾ പോയാൽ നമുക്ക് ഡിന്നറും കൂടെ കിട്ടില്ല എന്ന് പറഞ്ഞു കേട്ടോ. കമ്പാരിറ്റീവ്ലി പോർട്ട് ബ്ലെയറിനെക്കാട്ടിലും കുറച്ചും കൂടി കോസ്റ്റ് കൂടുതലാണ് ഹാവ്ലോക്കിൽ. കാരണം ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ ആൻഡമാൻ ഭയങ്കര കോസ്റ്റ്ലിയാണ്, കുറച്ച് കോസ്റ്റ്ലിയാണ് കേരളത്തിനെ വെച്ച് നോക്കുമ്പം. അതിനേക്കാട്ടിലും കുറച്ചും കൂടെ കോസ്റ്റ്ലിയാണ് ആൻഡമാനിൽ തന്നെയുള്ള ഈ ഹാവ്ലോക്ക്. അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് അവിടെ ഞണ്ടിനെയൊക്കെ പിടിക്കാൻ നിന്നൊരു പട്ടിക്കുട്ടനാണേ, അവൻ നമ്മുടെ കൂടെ ഇങ്ങ് പോകുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ കൂടെ വന്നതല്ലേ, അപ്പോൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ബിസ്ക്കറ്റൊക്കെ കൊടുത്തിട്ട് ആളെ വിട്ടു. അതിനുശേഷം നമ്മളറിയാമല്ലോ, കടലിൽ നിന്ന് നമ്മൾ കയറിക്കഴിഞ്ഞാൽ കാലൊക്കെ ഷൂ ഇട്ട പോലെ ആയിരിക്കും മണ്ണിരിക്കുന്നതേ, പൊടിമണ്ണല്ലേ. അപ്പം എന്തായാലും ഇനി കുളിച്ചേക്കാമെന്ന് കരുതി. ശംഭൂട്ടൻ്റെ ഡ്രസ്സ് നമ്മൾ അവനെ വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ ഡ്രസ്സ് നനഞ്ഞിട്ടില്ലല്ലോ, ഇപ്പം അങ്ങോട്ട് പോകുമ്പോൾ ഇട്ടതല്ലേ ഉള്ളൂ. അവൻ സ്വിമ്മിങ് സൂട്ട് മാത്രം ഇട്ടിട്ടല്ലേ വെള്ളത്തിലിറങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അതൊന്ന് വെയിൽ കൊള്ളാൻ വേണ്ടി പുറത്തിട്ടു. അതിന് ശേഷം ഞങ്ങൾ 3 പേരും കുളിച്ച് ഫ്രഷായിട്ട് വന്നു കേട്ടോ. ഭയങ്കര ഒരു സുഖമുണ്ടായിരുന്നു, നല്ലൊരു ഫീലായിരുന്നു കേട്ടോ. ഞാനും ശംഭൂട്ടനും കുളിച്ചിട്ട് ചേഞ്ച് ചെയ്തിട്ട് വന്നു. പ്രജി കുളിക്കാൻ വേണ്ടി കയറി. ഞാൻ കുളിക്കാൻ പോയ സമയത്ത് പ്രജി ചൂടുവെള്ളം കോഫി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതെന്നപ്പിന്നെ കുടിച്ചേക്കാമെന്ന് കരുതി. ആ ഒരു ട്രിപ്പിലൊക്കെ ഞാനൊരു കോഫി അഡിക്റ്റ് എന്ന് പറയാൻ പറ്റില്ല സത്യത്തിൽ. ഡെയിലി ഒരു 2 കോഫിയൊക്കെ കുടിക്കുന്നുള്ളൂ. പക്ഷേ ആ ഒരു കോഫി കുടിച്ചു കഴിഞ്ഞാലാണ് നമുക്കൊരു എനർജി വരിക എന്നൊരു ഫീലായിരുന്നു. അപ്പം ഇപ്പോൾ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയമൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ കോഫി ഒരു 99% നിർത്തി കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ വീണ്ടും കയറി കുറച്ച് നേരത്തേക്ക് കിടന്നു. അപ്പോഴത്തേക്ക് അച്ഛനും മോനും കൂടെ അവരുടെ ഫുഡ് ഉണ്ടല്ലോ, നമുക്കവിടെ പോയിട്ട് കഴിക്കാം. അതൊരു ഹോട്ടലല്ല, നമ്മുടെ റിസോർട്ടിൽ താമസിക്കുന്നവർക്ക് മാത്രം ഫുഡുള്ളൊരു ഏരിയ ആണ്. അപ്പോൾ പ്രജി അവിടെ പോയിട്ട് വന്നിട്ട് ഞാൻ ഫുഡൊന്നും വേണ്ട, എനിക്കൊന്ന് കിടന്നാൽ മതി എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്ക് പ്രജി അവിടെ പോയിട്ട് അന്വേഷിച്ചിട്ട് വന്നിട്ട് പറഞ്ഞു നമുക്ക് റൂമിലേക്ക് ഫുഡ് തരാം എന്ന് പറഞ്ഞു വന്നു. പക്ഷേ എനിക്കത് വേണ്ടാന്ന് തോന്നി. പിന്നെ ഇവിടെ വന്നിട്ട് നമ്മൾ തന്നെ കഷ്ടപ്പെടണ്ടേ, പിന്നെ 3-4 ദിവസം നിൽക്കേണ്ട റൂമാണ്. അപ്പോൾ പിന്നെ ഫുഡിൻ്റെ സ്മെല്ലും അങ്ങനെ ഇങ്ങനെയൊക്കെ ആവും. പിന്നെ ആ ഒരു മൂടങ്ങ് പോവുമല്ലോ, നമ്മൾ വീട്ടിലിരുന്ന് റൂമിലിരുന്ന് കഴിക്കാനല്ലല്ലോ വന്നത്. അപ്പോൾ എന്തായാലും പിന്നെ നമ്മളൊന്നുകൂടെ റെഡി ആയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാമെന്ന് കരുതി. അടുത്ത റിസോർട്ടിൽ 2-3 റിസോർട്ടുകളിൽ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങളിങ്ങനെ രാത്രി ആ ഒരു ഇടവഴിയിലൂടെ ഇങ്ങനെ നടന്നിട്ട്, ഇതൊരു ആംബിയൻസ് സെറ്റ് ചെയ്തിരിക്കുന്നതാണേ, അല്ലാതെ ദൂരമൊന്നുമില്ല. അങ്ങനെ ഒരു വാക്ക് വേയിലൂടെ നടന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഇവിടെയൊക്കെ ഇങ്ങനെയല്ലേ, നമ്മുടെ നാട്ടിലൊരു മീൽസ് പറഞ്ഞാൽ ഒരു ചോറും അതിനുള്ള കറികളും കിട്ടൂലേ, അല്ലെങ്കിൽ ബിരിയാണി പറയുകയാണെങ്കിൽ അതിൻ്റെ സൈഡ് ഡിഷസ് ഒക്കെ കിട്ടില്ലേ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. നമ്മൾ റൈസാണ് പറയുന്നതെങ്കിൽ റൈസ് മാത്രം, പപ്പടമാണ് പറയുന്നതെങ്കിൽ പപ്പടം മാത്രം, കറിയാണ് പറയുന്നതെങ്കിൽ കറി മാത്രം,
ചപ്പാത്തി ആണെങ്കിൽ ചപ്പാത്തി മാത്രം നമ്മളങ്ങനെ സെപ്പറേറ്റ് കറി പറയുക. അങ്ങനെ കോംബോ ആയിട്ട് ഇവിടെ കൊടുക്കുന്നില്ല കേട്ടോ. അതൊക്കെ ഒരു ബിസിനസ് ട്രിക്കാണ്. എന്നിരുന്നാലും ഇന്നലെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും നമ്മൾ റൈസ് ഐറ്റംസ് ഒന്നും കഴിച്ചിട്ടില്ല. അപ്പം നമ്മൾ വിചാരിച്ചു ശംഭുവിന് എന്തായാലും കുറച്ച് ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ എനിക്ക് തീരെ വിശപ്പില്ല, ഭക്ഷണം കഴിക്കാനേ തോന്നുന്നില്ല, ഭയങ്കര ക്ഷീണമാവുന്നുണ്ട്. ഫുഡ് മേടിച്ചാൽ എൻ്റെ ഭാഗത്തുനിന്ന് എനിക്കൊരാൾക്കായിട്ട് മേടിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും വേസ്റ്റ് ആവുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഫുഡ് വേണ്ട, ശംഭുവിന് റൈസും പ്രജി ചപ്പാത്തിയും മേടിക്കുന്നുണ്ടല്ലോ, അതിൽ നിന്ന് ഞാൻ ഷെയർ ചെയ്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ ആണെന്ന് തോന്നി. കാരണം റൈസ് മേടിച്ചിട്ട് കറി ഭയങ്കര സ്പൈസി വേർഷനൊക്കെ ആണെങ്കിൽ ബുദ്ധിമുട്ടല്ലേ, ശംഭുട്ടൻ കഴിക്കില്ലല്ലോ. അപ്പോൾ നമ്മൾ റൊട്ടി ചപ്പാത്തിയും പനീർ ബട്ടർ മസാലയും റൈസും പപ്പടവും പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഓംലെറ്റും പറഞ്ഞു കേട്ടോ. അങ്ങനെയാണ് നമ്മുടെ ലഞ്ച്. അപ്പം പനീർ ബട്ടർ മസാല പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചോറിൻ്റെയും ചപ്പാത്തിയുടെയും ഒക്കെ കഴിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ സിക്കായിപ്പോയി ഞങ്ങളുടെ ഹാവ്ലോക്കിലെ ഫസ്റ്റ് ഡേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷേ അടുത്ത ദിവസങ്ങളൊക്കെ പവറാണേ. അപ്പം നമുക്ക് അന്നത്തെ വീഡിയോയിൽ കാണാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമുക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണേ.